അലി എന്ന് പറയുന്ന പ്രദേശവാസി സംഭവം നടന്ന അരമണിക്കൂറിനുള്ളിൽ എത്തിയ വ്യക്തിയാണ് അലി. എവിടെ വീട്? തൊട്ടപ്പുറം 1 കിലോമീറ്റർ അപ്പുറം. 1 കിലോമീറ്റർ. അതായത് നീലിക്കാപ്പ് എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഉള്ളത്. എന്ത് ചെയ്യുന്നു അലി? എന്ത് ചെയ്യുന്നു? ഞാൻ ഡ്രൈവറാണ്, ടാക്സി ഡ്രൈവറാണ്. ടാക്സി ഡ്രൈവർ. ഈ സംഭവമൊക്കെ കേൾക്കുന്ന സമയത്ത് എങ്ങനെ അറിഞ്ഞത്? ഞങ്ങൾ രാത്രി ഞങ്ങളുടെ വീടിന്റെ അവിടെ ആന വന്നിരുന്നു. 1 മണിക്കോ? രാത്രി 1 മണിക്ക് ഫോറസ്റ്റ് ആന ഇറങ്ങുന്ന സ്ഥലമാണോ ഇത്? ഇറങ്ങണല്ല, ആദ്യമായിട്ടാണ് നമ്മളെ വീടിന്റെ അവിടെ ആന ഇറങ്ങുന്നത്. അവിടെ 35 വർഷം. പക്ഷേ ഈ മുകളിൽ നിന്നൊക്കെ ഇതൊക്കെ ഈ മൃഗങ്ങൾക്ക് ഇതൊക്കെ നേരത്തെ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റുമായിരിക്കും അല്ലേ? അങ്ങനെ നേരത്തെ ഇറങ്ങി വരുന്നതാവാം. ഫോറസ്റ്റിൽ വന്നിട്ട് രാത്രി 1 മണിക്കൊക്കെ ആന ഓടിക്കാറ്. ആ ടൈമിനാണ് ഇവിടെ പൊട്ടി എന്നുള്ള പേര് അറിയിക്കുന്നത്. അപ്പം നിങ്ങൾ എഴുന്നേറ്റ് ആന ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടിയെന്ന് അറിഞ്ഞിട്ടില്ല? അപ്പൊ അറിഞ്ഞിട്ടില്ല, ആ സമയത്താണ് അറിയുന്നത്. ആരാ നിങ്ങളെ വിളിച്ചറിയിക്കുന്നത്? വിളിച്ചറിയിക്കുന്നത് നജീബ് പറഞ്ഞാൽ ഇവിടെ ടൗണിൽ നമ്മുടെ ഇവിടുത്തെ PTA പ്രസിഡന്റ് നജീബാണ് വിളിച്ചറിയിക്കുന്നത്. പൊട്ടിക്കണ് ചൂരമല ടൗണിൽ പൊട്ടിക്കണ്, മുണ്ടക്കായിൽ പൊട്ടി വന്നാണ് മണ്ണ് കരിക്കുന്നത് അറിയിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. അർജുൻ വാ, എനിക്ക് ഇവരെ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്കാണല്ലോ ഇവരെയൊക്കെ പരിചയമുണ്ട്. ഇത് അതെ, ഇദ്ദേഹം ഗൾഫിൽ നിന്ന് വന്നതാണ്. ഇന്നലെ ദുബായിൽ നിന്ന് വന്നതാണ്. ഇന്നലെ ഉച്ചക്ക് ഇവിടെ എത്തി. ഡയറക്റ്റ് വീട്ടിൽ പോയിട്ടില്ല. വീട് കുറ്റിയാടി തൊട്ടിൽപ്പാലം. അപ്പോൾ എൻ്റെ അനുജൻ്റെ ഷോപ്പിൽ നിൽക്കുന്ന ഒരു സുഹൃത്തിൻ്റെ പാപ്പയുടെ ബംഗളും അതേപോലെ അവർ 6 പേര് പോയി. 4 പേര് ഷോപ്പിൽ നിൽക്കുന്ന ബാപ്പയുടെ പെങ്ങളെ. ആരുടെ? നിങ്ങളുടെ ബാപ്പയുടെ? അല്ല, അനുജൻ്റെ സുഹൃത്തിൻ്റെ. ഇവിടെയാണ്. അതിൽ 4 പേരെ കിട്ടി, 2 പേരെ കിട്ടിയില്ല എന്ന് പറയുന്നു. അവര് കിട്ടിയവരെ എവിടെ നിന്നാണ് കിട്ടിയത്? ഒരു ഭാഗത്തു നിന്ന്, ചാലിയാർ നിന്നാണോ അതോ ഈ ഭാഗത്ത് നിന്നാണ് കിട്ടിയത്? കറക്റ്റ് അറിയില്ല. ഞാൻ ഇന്നലെ ഇവിടെ മൊത്തം 6 പേരാണോ അവർ? 6 പേര്. കട എവിടെയായിരുന്നു അനുജന്റെ? അത് ഷാർജയിൽ. അല്ല, ഇവിടെ എവിടെയായിരുന്നു? ഇവിടെ ഉണ്ടായിരുന്നത് ഈ സുഹൃത്തിന്റെ കട എവിടെയായിരുന്നു? അത് അവിടെ ഭാഗത്തല്ലേ? അതെ അതെ. ഓക്കെ. അപ്പൊ അലി വാ. ഇത് ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, ചുമലിൽ കയറ്, കയ്യിൽ തൂമ്പ, ഇതുപോലെയുള്ള ഏതാണ്ട് 2000-ലധികം ആളുകളാണ്. ഇവരിപ്പോ കുറ്റിയാടിന്ന് വന്നവരാണ്. കുറ്റിയാടി അല്ലേ? എത്ര പേരുണ്ട്? 3 പേര്. ഇന്നലെ 4 ദിവസമായിട്ട്. ഇപ്പൊ നിങ്ങൾ ഇന്നിപ്പോ എങ്ങോട്ടാ പോകുന്നത്? ഈ സ്കൂൾ ഭാഗം ഈ ഏരിയയില് സംശയമാണ്. നിങ്ങൾ ഇത് വെച്ച് നോക്കുക. മിഷനെ ആരോ എടുത്തു പോയി. മിഷൻ ആരോ എടുത്തു വെച്ചാൽ 10 മിനിറ്റ് ഞങ്ങൾ മാറിയെന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സ്മെല്ല് വന്ന ഏരിയയിൽ ഞങ്ങൾ ഈ സൂചിപ്പാറ ഏരിയയിലാണ് ഇന്നലെ തെരച്ചിൽ നടന്നത്. അവിടുന്ന് ഒരു 10 മിനിറ്റ് മാറിയപ്പോഴേക്ക് ഞങ്ങളെ മെഷീന് കൈവാള് എല്ലാം മോഷണം പോയി. ഏരിയയില് ഈ ഏകദേശം ഒരു എന്തൊക്കെയാ പോയത് നിങ്ങളുടെ സാധനങ്ങൾ? ഒന്ന് കൈവാള് പോയി, കൈവാള് മരമുറിക്കുന്ന ആ ഏരിയ സൂചിപ്പാറ ഏരിയയിൽ ഏകദേശം ഒരു 8 അടിയോളം ഹൈറ്റിൽ മണ്ണ് അടിഞ്ഞു കൂടിയിട്ട് അവിടെ ഒരുപാട് മരങ്ങളും എല്ലാം ഉണ്ട്. ഒരു ഇറ്റാച്ച് വെച്ചിട്ട് 5 ദിവസം തെരച്ചിൽ നടത്തിയാലും അവിടുത്തെ തെരച്ചിൽ പൂർത്തിയാക്കാൻ കഴിയില്ല. ഡേഞ്ചർ ഏരിയ എത്ര ആൾ താണുന്നില്ല. ഞങ്ങൾ 2 പേര് ഈ ഹൈറ്റിൽ താണുപോയി. എന്നിട്ട് എന്താ വെച്ചാൽ മരത്തിന്റെ തടിയിൽ താങ്ങിട്ട് എന്തൊക്കെ മെല്ലണം. നിങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ, പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് പോയി ചെയ്യുന്ന സമയത്ത്. പറയുമ്പോഴും ഇതുവരെയും രക്ഷാപ്രവർത്തനം ശരിയായ നിലയിൽ നടക്കാത്ത ഒരുപാട് മേഖലകൾ ഇപ്പോഴുണ്ട്. കണ്ണ് പൂർണ്ണമായിട്ട് എത്രത്തോളം പ്രായോഗികമാണെന്നല്ല ചോദ്യം. ബുദ്ധിമുട്ടുമാണ്. ഇത്രയും കിലോമീറ്റർ കിടക്കുകയല്ലേ. ആ സൂചിപ്പാറ ഏരിയയിൽ ഞങ്ങൾ മോഡലാണ് എന്താക്കുന്നത്, മണ്ണടിഞ്ഞു കൂടിയിരിക്കുന്നത്. കവർ ചെയ്തത് 3 കിലോമീറ്റർ. അവിടുന്ന് അങ്ങോട്ട് ഇനിയും മേൽഭാഗത്ത് ആന ഉണ്ടായിരുന്നു. ആന ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ട്. ഞങ്ങൾ സൂക്ഷിച്ച് ചെയ്യണം. എന്തായാലും ഈ കാര്യം നിങ്ങൾ പോലീസിനെ അറിയിച്ചിട്ടില്ലേ? നിങ്ങൾ ഈ സാധനം കളഞ്ഞു പോയ കാര്യം അല്ലേ? ദുരന്തഭൂമിയിൽ മോഷണം അല്ലേ? നമ്മൾ ആലോചിച്ചു. ശരി, എന്നാ കാണാം. ഓക്കെ. ദുരന്തഭൂമിയിൽ മോഷണം നടക്കുക എന്ന് പറയുന്നത് മാത്രമല്ല, ഇതിനേക്കാൾ വിഷമം പിടിച്ചൊരു കാര്യമുണ്ട് കേട്ടോ. ഈ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഭാഗത്ത് അടഞ്ഞു കിടന്ന വീട് കുത്തി തുറന്ന് അതിനകത്തുനിന്ന് സ്വർണവും പണവും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്ന മനുഷ്യരെ കുറിച്ച് നമ്മൾ എന്താ പറയുക? അധ്വാനിക്കുന്നവരുടെ ഇവർക്കാണ് സാറേ ഇതിന്റെ സങ്കടം. അതെ അതെ. ഇത്രയും ആളുകൾ ഒരേ മനസ്സോടെ പണിയെടുക്കുമ്പോൾ അതിൽ 2-3 ആളുകൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടേ. അതെ അതെ.